സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് മർത്ത, മറിയം, ലാസറസ് ഈ മൂന്ന് പേരെയും ഓർക്കുകയാണ്. സുവിശേഷത്തിൽ മറിയമാണ് ശ്രേഷ്ഠഭാഗം തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും ഈശോയെ ഭവനത്തിലേക്ക് സ്വീകരിച്ചത് മർത്തയാണ്. അങ്ങനെയാണ് വചനം പറയുന്നത്. അന്നവിടെ ലാസറസ് ഇല്ല. മർത്ത ഗ്രൂപ്പും മറിയം ഗ്രൂപ്പും ലാസറസ് ഗ്രൂപ്പും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. ഈശോയെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഈശോയുടെ പാദാന്തികത്തിൽ ഇരിക്കാൻ തയ്യാറാകാത്തവർ, ഈശോയുടെ പാദാന്തികത്തിൽ ഇരിക്കുന്നവർ, ഈശോ വരുമ്പോഴും ആ പരിസരത്തെങ്ങും ഇല്ലാത്തവർ, ഇങ്ങനെ 2-3 ഗ്രൂപ്പായിട്ട് നമ്മുടെ കൂട്ടായ്മയെയും തിരിക്കാൻ പറ്റും. മർത്തായും ഈശോയെ സ്വീകരിച്ചു. മർത്തായാണ് ഈശോയെ സ്വീകരിച്ചത്. നമുക്ക് സ്വയം ഒന്ന് ചിന്തിക്കാം. ഞാൻ മർത്തായെപ്പോലെ സ്വീകരിക്കുന്നുണ്ടോ? മറിയത്തെപ്പോലെ പാദാന്തികത്തിൽ ഇരിക്കുന്നുണ്ടോ? അതോ ലാസറിനെ പോലെ ആ പരിസരത്തു നിന്ന് ഒളിച്ചോടി മാറിപ്പോകുന്നവനാണോ? ഈ 3 പേരെയും സ്നേഹിച്ചിരുന്നു എന്നാണ് വചനം പറയുന്നത്. ആരെയാണേലും ഈശോ സ്നേഹിക്കുകയാണ്. അതുകൊണ്ട് ആ വലിയ കൃപാവരം ലഭിക്കുവാൻ, ചേർന്നിരുന്ന് കൂടുതൽ ഐശ്വര്യം അനുഭവിക്കുവാൻ, സൗഖ്യം അനുഭവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. മറിയത്തിന് പെട്ടെന്ന് മനസ്സിലായി. മർത്ത കുറച്ച് കഴിഞ്ഞാണ് മനസ്സിലാക്കിയത്. ഇതുപോലെ കുറച്ച് നാളുകൾക്ക് ശേഷമെങ്കിലും ഈശോയെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.